അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് ഒരു വാക്യം ഒന്ന് വായിച്ച് സഹായിക്കണം. നമുക്ക് വളരെ പരിചിതമായ ഒരു വാക്യം, യോനയുടെ പുസ്തകം, യോനാ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ തിരുവെഴുത്ത്. ഞാനോ സ്തോത്രനാദത്തോടെ നിനക്ക് യാഗമർപ്പിക്കും, നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും. രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. ഒരു വാക്കോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, മധ്യാഹ്ന വേളയ്ക്കായി സ്തോത്രം കൂടപ്പെട്ടവരെ ആശീർവദിക്കണം. സന്നിധി ബോധം ഞങ്ങൾക്ക് നൽകണം. പ്രിയപുത്രനെ ഞങ്ങളെ കൂടി മഹത്വപ്പെടുത്തണം. യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. രക്ഷ യഹോവയ്ക്കുള്ളതാകും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വേദവാക്യങ്ങൾ ഞങ്ങൾക്കാധായമാവാൻ, വേദവാക്യങ്ങൾ ഞങ്ങൾക്കാധാരമാവാൻ, വേദനാഥനെ നിന്റെ ജ്ഞാനം നൽകുകേ. വേദനാഥനെ നിന്റെ ജ്ഞാനം നൽകുകേ. അൻപുള്ള സ്വരം, ഇമ്പമേറിയ നിൻ അൻപുള്ള സ്വരം, മുൻപേ നടന്നു സദാ കേൾപ്പിക്കണമേ. മുൻപേ നടന്നു സദാ കേൾപ്പിക്കണമേ. നല്ല ദേവനെ ഞങ്ങൾ എല്ലാവരെയോ, നല്ല ദേവനെ ഞങ്ങൾ എല്ലാവരെയോ നല്ലതാക്കി നിന്നിഷ്ടത്തെ ലീടണമേ. നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടണമേ. പച്ചാമേച്ചിലിൽ ഞങ്ങൾ മേഞ്ഞിടുവാനാ, പച്ചാമേച്ചിലിൽ ഞങ്ങൾ മേഞ്ഞിടുവാനാ, മെച്ചമായ ആഹാരത്തെ നീ നൽകിടണമേ. മെച്ചമായ ആഹാരത്തെ നീ നൽകിടണമേ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കരേറ്റാം. ഒരിക്കൽ കൂടി ആ തിരുവെഴുത്ത് വായിച്ച് സഹായിച്ചാട്ടെ. ഞാനോ സ്തോത്രനാദത്തോടെ നിനക്ക് യാഗമർപ്പിക്കും. ഞാനോ സ്തോത്രനാദത്തോടെ നിനക്ക് യാഗം അർപ്പിക്കും. നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും. നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും. രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. ഇത് പറഞ്ഞത് യോനായ. എവിടെ കിടന്നാ പറഞ്ഞേ? ഉറക്കെ പറ. കടലാനയുടെ വയറ്റിൽ. ഈ പ്രവചന പുസ്തകങ്ങളിൽ, ചെറിയ പ്രവാചക പുസ്തകങ്ങളിൽ ഒന്നാണ് യോനാ പ്രവചനം. നമുക്കറിയാം. ഈ വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങളിൽ യുക്തിവാദികളും നിരീശ്വരവാദികളും തർക്കക്കാരും അങ്ങനെയുള്ള ചില ബുദ്ധിജീവികളും അംഗീകരിക്കാത്ത, ഉൾക്കൊള്ളാത്ത ചില പുസ്തകമുണ്ട്. അതിലൊന്ന് ഉൽപ്പത്തി പുസ്തകവും, ഒന്ന് വെളിപ്പാട് പുസ്തകവും, പിന്നെ മറ്റൊന്ന് യോനയുടെ പുസ്തകവുമാണ്. ഈ 3 പുസ്തകങ്ങൾ അവർക്ക് അങ്ങനെയുള്ളവർക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഉൽപ്പത്തി പുസ്തകത്തിലെ
ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ എല്ലാം ഉണ്ടായി. അതവർ ഉൾക്കൊള്ളുകയില്ല. മണ്ണ് കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു, അതും അവർ സമ്മതിക്കുകയില്ല. പരിണാമ സിദ്ധാന്തക്കാരുമൊക്കെ. അപ്പോൾ ഇവർ ഉൾക്കൊള്ളാത്ത പുസ്തകങ്ങളിൽ ഒന്നാണ് ഉൽപ്പത്തി. 2 വെളിപ്പാട് പുസ്തകം. വെളിപ്പാട് പുസ്തകം താഴോട്ട് പഠിച്ചു വരുമ്പോൾ 6-ാം അധ്യായം മുതൽ അങ്ങോട്ട് പഠിച്ചു വരുമ്പോഴെല്ലാം സാധാരണക്കാർക്ക് യോജിക്കാൻ ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്. തീനിറമുള്ള പാമ്പ്, ഒരു സ്ത്രീ മരുഭൂമിയിലോട്ട് ഓടുന്നു, സിയോൻ മലയിൽ 144,000 പേര്, പിന്നെ നക്ഷത്രങ്ങൾ പൊഴിയുന്നു, കാഞ്ഞനം പോലെ കയ്പുള്ളത്, 7 തലയും 10 തലയും 10 കൊമ്പും ഒക്കെ ഉള്ള മൃഗവും സമുദ്രത്തിൽ നിന്നൊരെണ്ണം കയറി വരുന്നു, അതിനിടയ്ക്കൊരു ചെറിയ കൊമ്പ്. ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഒന്നും ഇവരാരും അംഗീകരിക്കുകയില്ല. അതുപോലെ അംഗീകരിക്കാത്തൊരു പുസ്തകമാണ് യോനായുടെ പുസ്തകം. കാരണം മീൻ ഒരാളെ വിഴുങ്ങി, 2-3 ദിവസം മീൻ്റെ വയറ്റിൽ പുള്ളി കിടക്കുകയും ചെയ്തു. ഒന്നും അവർ വിശ്വസിക്കുന്നതല്ല. A.J. ജോൺ സാറ് പണ്ട് പറഞ്ഞു, യോനായെ മീൻ വിഴുങ്ങി, മീനെ യോന വിഴുങ്ങിയെന്ന് എഴുതുക എന്ന് ഞാൻ വിശ്വസിക്കുമെന്ന്. പുസ്തകത്തിൽ എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്. ആട്ടെ, ഇനി പിശാചന് ഒരു വചനവും പിശാചന് അങ്ങനെ വലിയ തൃപ്തി ഉള്ളതല്ലെങ്കിലും കൂടുതൽ എതിരുള്ള 2 പുസ്തകം ഉൽപ്പത്തിയും വെളിപ്പാടുമാണ്. കാരണം സകലത്തിൻ്റെ ആരംഭം ഉൽപ്പത്തി പുസ്തകത്തിലാണ്. ഇവനെ വേറെ കുരുക്കൊക്കെ ഒപ്പിച്ചാൽ ലോകക്കാരെ ധരിപ്പിച്ച് വച്ചേക്കുന്നത്. പക്ഷേ ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോഴറിയാം എല്ലാത്തിൻ്റെ ആരംഭം ഉൽപ്പത്തിയില്ല. പിശാചിൻ്റെ ആരംഭവും നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവൻ്റെ അവസാനം വെളിപ്പാട് പുസ്തകത്തിലാണ്, ഒടുവിൽ പിടിച്ച് കെട്ടി ഇടുന്ന വിഷയം. അപ്പോൾ ഈ 2 പുസ്തകം പുള്ളിക്ക് വലിയ താല്പര്യവും ഇല്ല. പെന്തിക്കോസുകാരും പലര് ഈ 2 പുസ്തകം അധികം വായിക്കാറും ഇല്ല. നമ്മൾ വായിക്കുന്ന മുഴുവൻ അച്ചായം മുമ്പേ പറഞ്ഞ പോലെ 91-ാം സങ്കീർത്തനമാണ്. അത് വായിച്ച് പുസ്തകത്തിൻ്റെ നടുവിങ്ങനെ തള്ളിയിരിക്കുക. പിശാചിനും ഇഷ്ടമല്ല ഈ ഉൽപ്പത്തിയും വെളിപ്പാടും പഠിക്കുകയും വായിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ യോനയുടെ പുസ്തകം 2:9 ആണല്ലോ വായിച്ചത്, യോനാ പ്രവചനം. യോനായെ പറ്റി ആ പുസ്തകത്തിൻ്റെ പ്രാരംഭ ഭാഗത്ത് വലിയ പരിചയപ്പെടുത്തലൊന്നുമില്ല. 1:1 വായിര്. അമിതായുടെ മകനായ യോനായ്ക്ക് യഹോവയുടെ അരുളപ്പാട് യോന. അമിതായുടെ മകനായ യോന, ഒറ്റ വാക്കേ ഉള്ളൂ. അമിതായുടെ മകനായ യോന. യോനായെ പറ്റി പഠിക്കുമ്പോൾ ആരാന്ന് ചോദിച്ചാൽ അമിതായുടെ മകൻ. ഇനി വേദപുസ്തകം പഠിക്കുമ്പോൾ ചില ചരിത്ര തെളിവുകളിൽ പറയുന്നത് യോന സെബുലൂൻ ഗോത്രത്തിൽപ്പെട്ട ആളായിരുന്നെന്ന. 12 ഗോത്രങ്ങളിൽ ഒരു ഗോത്രമായിരുന്നല്ലോ സെബുലൂൻ. അപ്പോൾ സെബുലൂൻ ഗോത്രത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നു യോന എന്നാണ് പഠിപ്പിക്കുന്നത്. കാരണം സെബുലൂൻ മക്കൾക്ക് അവകാശമായി കൊടുത്ത സ്ഥലങ്ങളിൽപ്പെട്ടതാണ് ഗത്ത് ഹേബേർ. ഈ യോന ഗത്ത് ഹേബേർക്കാരനായിരുന്നെന്ന. ഒരു വാക്യം ഒന്ന് വായിച്ചു. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 14:25. ഗത്ത് ഹേഫർക്കാരനായ അമിതായുടെ മകനായ യോനാ പ്രവാചകൻ എന്ന തൻ്റെ ദാസൻ മുഖാന്തരം ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്ത വചനപ്രകാരം അവൻ ഹമാത്തിന്റെ അതിർ മുതൽ അരാബായിലെ കടൽ വരെ ഇസ്രായേലിന്റെ ദേശത്തെ വീണ്ടും സ്വാധീനമാക്കി. അവിടെ വായിക്കുന്നത് ഗത്ത് ഹേബേർക്കാരനായ അമിതായുടെ മകനായ യോനാ പ്രവാചകൻ. അപ്പൊ ഇത് ഇങ്ങനെ എവിടുത്തുകാരനാന്ന് തെളിഞ്ഞല്ലോ. എവിടുത്തുകാരനാ? ഗത്ത് ഖേഫർ. ഗത്ത് ഖേഫർ എന്ന് പറയുന്ന സ്ഥലം സെബുലൂൻ മക്കൾക്ക് അവകാശമായി കിട്ടിയ സ്ഥലമാണ്. നിങ്ങൾ യോശുവയുടെ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 10 വായിച്ച ആദ്യം.
യോശുവ 19:10. സെബുലൂൻ മക്കൾക്ക് സെബുലൂൻ മക്കൾക്ക് കുടുംബം കുടുംബമായി മൂന്നാമത്തെ നറുക്കു വന്നു. കനാനിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ദേശം ചീട്ടിട്ട് കൊടുക്കുക. അതിലെ സെബുലൂൻ മക്കൾക്ക് മൂന്നാമത്തെ നറുക്ക് വന്നു. അവരുടെ അവകാശത്തിന്റെ അതിർ സാരീദ് വരെ ആയിരുന്നു. ഓടിച്ചു വായിച്ചു. അവരുടെ അതിർ പടിഞ്ഞാറോട്ടും മരലയിലേക്ക് കയറി ദബ്ബേശത്ത് വരെ ചെന്ന് യൊക്നെയാമിനെതിരെയുള്ള തോട് വരെ എത്തുന്നു. സാരീദിൽ നിന്ന് അത് കിഴക്കോട്ട് സൂര്യോദയത്തിന്റെ നേരെ കിസ്ലോത്ത് താബോരിന്റെ അതിരിലേക്ക് തിരിഞ്ഞ് ദാബരത്തിന് ചെന്ന് യാഫിയയിലേക്ക് കയറുന്നു. അവിടെ നിന്ന് കിഴക്കോട്ട് ഗത്ത് ഹേഫേരിലേക്കും അവിടെ നിന്ന് കിഴക്കോട്ട് ഗത്ത് ഹേബേറിലേക്ക്. അപ്പോൾ ഗത്ത് ഹേബേർക്കാരനായ അമിതായിയുടെ മകനാണ് യോന. അപ്പൊ യോന സെബുലൂൻ ഗോത്രത്തിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നെന്ന്. ആട്ടെ, ഇനി യോനായെ പറ്റി യഹൂദന്മാരുടെ ഇടയിലെ പരക്കെ, അല്ലെങ്കിൽ ഇസ്രയേലിൻ്റെ ഇടയിൽ പരക്കെ ഒരു ചരിത്രം, അത് വേദപുസ്തകത്തിൽ അതിന് വ്യക്തമായ തെളിവില്ലെങ്കിലും ഒരു കഥ, ആ കഥയല്ല ചരിത്രം. ഈ യോന എലീശ ഉയർപ്പിച്ചു കൊടുത്ത ശൂനേംകാരിയുടെ മകനായിരുന്നെന്ന്. എലീശ ഉയർപ്പിച്ച ശൂനേംകാരിയുടെ മകനായിരുന്നെന്ന്. അപ്പൻ്റെ പേരാണ് അമിത്തായി, അമ്മ ഈ ശൂനേംകാരിയ. നല്ലൊരു തള്ളയായിരുന്നു. അതിൻ്റെ തെളിവാണല്ലോ ഭർത്താവിനോട് പറഞ്ഞച്ചാ കൂടെ കൂടെ നമ്മുടെ വാതൊക്കെ കൂടെ കടന്നു പോകുന്ന ഇയാളൊരു ഗുണ്ടയാണെന്നല്ല. ഉണ്ടെന്നില്ല, ഉറക്കെ പറ. വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ. ഈ സ്ത്രീ ഈ ഉപദേശിയെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഇയാളുടെ നടപ്പും പോക്കും രീതിയും സംസാരവും വസ്ത്രധാരണവും സമീപനവും ഇടപാടും എല്ലാം ഈ സ്ത്രീ വീക്ഷിച്ചു. അപ്പോൾ എല്ലാം കൂടെ കണക്കിലെടുത്ത് അവർക്ക് മനസ്സിലായി വിശുദ്ധനായ ദൈവപുരുഷൻ. അല്ലാതെ ആ അമ്മാമ്മയുടെ വീടിൻ്റെ അവിടെ മുമ്പ് ഒളിഞ്ഞൊരു നോട്ടവും പമ്മിയുള്ള ആ നിപ്പും ഒരു കോങ്കണ്ണിട്ട നോട്ടവും ഒരു ഊറിയ ചിരിയും അങ്ങനൊന്നുമല്ല. സൂക്ഷിച്ചു, വളരെ മാന്യമായിട്ടാണ് ഇടപെടുന്നത്. അപ്പം ഈ സഹോദരി പെട്ടെന്ന് ഭർത്താവിനോട് പറഞ്ഞച്ചാ ഞാൻ വീക്ഷിച്ചുകൊണ്ട് വിശുദ്ധനായ ഒരു ഉപദേശിയാണ് പോകുന്നത്. ഒരു കാര്യം ചെയ്യേ, നമുക്ക് നമ്മുടെ വീടിനോട് ചേർത്ത് ഒരു മുറിയൊക്കെ പണിത് ഒരു കട്ടിലും പിന്നെന്തുവാ നാം ചുവരോട് കൂടിയ ചെറിയൊരു മാളിക മുറി പണിതുണ്ടാക്കുക. ഒരു മാളിക മുറി നമുക്ക് പണിതുണ്ടാക്കണം. അതിൽ അവനൊരു കട്ടിലും ആ പുള്ളിക്ക് ഒരു കട്ടിലും കൊടുക്കണം, ഒരു മേശയും, ഒരു മേശ, ഒരു നാൽക്കാലിയും. കന്നാലിയെ കൊടുത്തെന്നല്ല, പുള്ളിക്ക് ഒരു പശുവിനെയും കൂടെ കൊടുക്കാം, ഒരു ചെറിയ സ്റ്റൂള്, ഒരു നാൽക്കാലിയും, പിന്നെ ഒരു നിലവിളക്കും വെക്കുക. അയാൾ ഇരുട്ടത്തിരിക്കട്ടെന്നല്ല, ഇരുന്ന് പ്രാർത്ഥിച്ചോളും പെട്ടൊന്നുമില്ലേലും. അതൊക്കെ നല്ല മനസ്സാണ്, വിവേകമുള്ളൊരു സ്ത്രീയാണ്. ഉപദേശിയെ താമസിപ്പിച്ച ആ ഏരിയയിലോട്ട് പിന്നെ പോകുന്നില്ല. വെള്ളമുണ്ടോ, നാൽക്കാലിയുണ്ടോ, കട്ടിലുണ്ടോ, കിടക്കുന്നുണ്ടോ, പുതപ്പുണ്ടോ. ഇന്നലെ ശുഭ പാസ്റ്റർ വീട്ടിലാണ് പാർത്തത്. എല്ലാം വളരെ ഭംഗിയായിരുന്നു. ജേക്കബ് പാസ്റ്ററും സഹോദരന്മാരും എന്തിനും ഒരുങ്ങി നിൽക്കുകയായിരുന്നു. രാവിലെ ഒരു കരിക്ക് കിട്ടിയാൽ കൊള്ളാന്ന് പറഞ്ഞപ്പോൾ എനിക്കൊന്ന് എങ്ങാണ്ട് ചെന്ന് 2 കിലോ കരിക്കിട്ടുകൊണ്ട് വന്നെന്ന് തോന്നുന്നു. ഒരു സഹോദരന്മാർ ഇന്നലെ 2:30 അവിടുന്ന് പോകുന്നത്. 2:30 3 അതൊക്കെ ശുശ്രൂഷയോടുള്ള ബഹുമാനവും ആദരവുമാണ്. പയ്യെന്ന് പറഞ്ഞ് എനിക്കങ്ങ് സങ്കടമായി ഇവർ ബന്ധപ്പെടുന്ന കണ്ടപ്പം. സ്തോത്രം. അങ്ങനെയുള്ള ആൾക്കാർ വളരെ വിരളമാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. രാവിലെ ദൈവരാശിയും വന്നു. ഞാൻ 21 ദിവസം പൂർണ്ണമായിട്ട് ഉപവസിപ്പാൻ തീരുമാനിച്ചു. ഇന്നലെ 12 ദിവസം വരെ പൂർണ്ണമായിട്ടിരുന്ന്. ഇന്നലെ വയ്യാത്തത് കൊണ്ട് ഇന്നലെ ചില കഞ്ഞി കുടിച്ചു. അതുപോലെ എനിക്കങ്ങ് വയ്യായിരുന്നു, വിമ്മിഷ്ടവും പ്രയാസവും ഒക്കെ ആയി. പിന്നെ ഞാനും കണ്ട 12 എന്നുള്ളത് വലിയ ദോഷമുള്ള കണക്കുമല്ല. അതാ 12 അപ്പോസ്തലന്മാരും 12 ഗോപുരവും 12 കല്ലും
പിന്നെ 12 ഗോത്രവും. അപ്പോൾ അതൊരു നല്ല കണക്കാണെന്ന് എനിക്കും തോന്നി. അതുകൊണ്ട് ഞാൻ 13 കുഴഞ്ഞേനം. 13 സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന മൃഗവാ വെളിപ്പാട്. വലിയ വലിയ ഹോട്ടലുകളിൽ നിന്നും 13 നമ്പർ റൂമില്ലെന്നാണ് പറയുന്നത്. ആ പരുവക്കേടാ. അപ്പം 12 ആയപ്പോഴേ. അപ്പം ശ്രദ്ധിക്കുക, ഈ സ്ത്രീ വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു സ്ത്രീയാണ്. ആ ദൈവദാസനെ ആദരിപ്പാൻ, ബഹുമാനിപ്പാൻ ഭർത്താവിന് സമ്മർദ്ദം ചെലുത്തി ഉത്സാഹിപ്പിച്ചു. നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യണം സുവിശേഷ വേലയ്ക്ക്. അല്ലാതെ നിങ്ങളിവിടെ തരേണ്ടതുകൊണ്ട് ചർച്ച കൊണ്ട് കൊടുത്ത് പിന്നെ ഞങ്ങളുടെ കാര്യം ആരും നോക്കും, നിങ്ങൾക്ക് അല്ലേലും അങ്ങനൊന്നും പറയരുത്. പറഞ്ഞാൽ ചായിരിക്കുന്നത്. ആ സഹോദരി നല്ലൊരു സഹോദരിയാണ്. അങ്ങനെയുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരമ്മ, യോനായുടെ അമ്മ അതാന്ന് പറയുന്ന ചരിത്രമാന്നേ. അങ്ങനെ ഈ പയ്യനെ ഒരിക്കൽ മരിച്ചു, എലീശ ഉയർപ്പിച്ചു. പിന്നെ ക്ഷാമം വന്നപ്പോൾ എലീശ പറഞ്ഞു, നീ ഫെലിസ്ത്യ ദേശത്ത് പോയി പാർക്കണം. 6-7 കൊല്ലം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നപ്പം വസ്തുവും വീടും എല്ലാം കണ്ടുകെട്ടി. അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഈ കൊച്ചനുമായിട്ട് തള്ള കയറി വരുന്നു. അന്നേരം പറഞ്ഞത്, ഞാൻ അന്ന് ഉയർപ്പിച്ച ചെറുക്കൻ ഇവനാന്ന് പറഞ്ഞു. അല്ലാതെ ഉയർപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവൻ ഉണ്ടകിട്ട് പിന്നെ അവനെ ഹോളിലോട്ടും കാണുന്നില്ല, ആരാമനയ്ക്കും കാണുന്നില്ല. തള്ള ഇങ്ങനെ സാക്ഷി പറഞ്ഞേക്കാം, എനിക്കൊരു മോനുണ്ടായിരുന്നു, ഉയർത്ത് എവിടെയാണെന്നിപ്പോൾ അറിയാൻ മേല, എവിടെയോ അവനിപ്പോൾ ഉയർത്തിട്ടുണ്ട്. അങ്ങനല്ല, അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അമ്മയുടെ നല്ല ശിക്ഷണത്തിൽ ഈ യോന വളർന്നു വന്നതുകൊണ്ട് ചരിത്രം പറയുന്നത് എലീശായുടെ ബൈബിൾ സ്കൂളിലെ ഒരു ശിഷ്യനുമായിരുന്നു യോന. അങ്ങനെയൊക്കെയാണ് ചരിത്രം പറയുന്നത്. എലീശായുടെ ബൈബിൾ ക്ലാസ്സിൽ യോന ഉണ്ടായിരുന്നെന്ന്. എന്തായാലും അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവാചകൻ. യോനായുടെ പുസ്തകം പ്രവചനമായിട്ടൊന്നും അധികം കാണുന്നില്ല, ഒരു ചരിത്രമാണ്. ഒന്നുകൂടെ 14:25 വായിച്ച്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 14:20 ആ കണ്ണിക്ക് തുടങ്ങുന്നത് മുതൽ വായിച്ചു. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 14:25 മുമ്പേ വായിച്ച് 25 മേളിൽ ആ കണ്ണിക തുടങ്ങുന്നത് മുതൽ വായിര്. യഹൂദ രാജാവായ യോവാശിന്റെ മകൻ അമസ്യാവിന്റെ 15-ാം ആണ്ടിൽ ഇസ്രായേൽ രാജാവായ യോവാശിന്റെ മകൻ യൊരോബെയാം രാജാവായി ശമരിയിൽ 41 സംവത്സരം വാണു. അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിന്റെ മകനായ യൊരോബെയാമിന്റെ പാപങ്ങൾ ഒന്നും വിട്ടുമാറിയില്ല. ഗദ്ഹേഫർക്കാരനായ അമിതായിയുടെ മകനായ യോനാ പ്രവാചകൻ എന്ന തന്റെ ദാസൻ മുഖാന്തരം ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്ത വചനപ്രകാരം അവൻ ഹമാത്തിന്റെ അതിർ മുതൽ അരാബയിലെ കടൽ വരെ ഇസ്രായേലിന്റെ ദേശത്തെ വീണ്ടും പ്രവചിച്ചിട്ടുണ്ടെന്ന് ആ വാക്യത്തിൽ തെളിയുന്നത് യോനായുടെ പ്രവചന മുഖാന്തരം. അങ്ങനല്ലേ? അതെ. ഗദ്ഹേഫർക്കാരനായ അമിതായിയുടെ മകനായ യോനാ പ്രവാചകൻ എന്ന തന്റെ ദാസൻ മുഖാന്തരം ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്ത വചനപ്രകാരം. അപ്പോൾ യോന ധാരാളം പ്രവചനം നടത്തി. അതെല്ലാം യോനയുടെ പുസ്തകത്തിലില്ല. ധാരാളം പ്രവചനം നടത്തി. എന്നാൽ ഈ പുസ്തകത്തിലുള്ളത് ചരിത്രമാണ്. സ്തോത്രം, ചരിത്രമാണ്. ആട്ടെ, എല്ലാ ഭാഗവും എടുക്കുന്നില്ല. ഞാൻ അച്ചായന് 1:30 ആകുമ്പോൾ പോകണം. ഞാനൊരു 1:20 അങ്ങ് നിർത്താനായിരിക്കുന്നത്. എനിക്കും വയ്യ, അതുകൊണ്ടാണ്, എനിക്ക് ക്ഷീണമാണ്. അതുകൊണ്ട് പിന്നെ വന്നില്ലെങ്കിൽ നിങ്ങൾ പറയും പാർശ്വമ്മ കള്ളം പറഞ്ഞതാ, പുള്ളി പോയി കാണും. ഇന്നലെയും വയ്യാതിരിക്കുകയായിരുന്നല്ലോ, പുള്ളി പോയി കാണും, പോകാനാ സാധ്യത, പോയില്ലെന്നും കൂടെ അറിയിക്കാനാണ് വന്നേ. തന്നെയല്ല വൈകിട്ട് വരികയും ചെയ്യും ദൈവം ആയുസ് തന്ന. സ്തോത്രം. ഇനി പകൽ ഞാൻ വന്നില്ലേ, നിങ്ങൾ ചിലർ പറയും, നിങ്ങൾ ചെല്ലുമ്പോൾ ചോദിക്കും പുള്ളി ഉണ്ടായിരുന്നോ പകല്? പുള്ളിയെ വന്നില്ല. എന്നാൽ വൈകിട്ടും വരികയല്ലെന്ന് പറയും. അപ്പം ഇനിയും നിങ്ങൾ ചെല്ലുമ്പോൾ ചോദിക്കുക പുള്ളി വയ്യലും പുള്ളി ലാസ്റ്റ് വന്നിച്ചിട്ട് നേരം ഇരുന്ന്, എന്നാൽ വൈകിട്ടും കാണും. അങ്ങനെയെല്ലാം 2 എണ്ണം വരുന്നേ വരട്ടെ. ഇതിപ്പോൾ ഈ ദൈവം വരുന്നൊന്നും ആർക്കും വിഷയമല്ല.
ദൈവം ഉണ്ടോ ദൈവം വന്നോ അതൊന്നും വിഷയമേ അല്ല മനുഷ്യന്. എന്നാ ചെയ്യാനാ? ദൈവത്തിന് മഹത്വം. ആരും വന്നില്ലെങ്കിലും ദൈവം നമ്മുടെ മധ്യമുണ്ട്. ആട്ടെ, മുമ്പോട്ട് പോകാം. സമയം എന്ന് പറയണേ, വാച്ച് തന്നെ സമയം തൈമനെ. 20 മിനിറ്റ് കൂടെ പറയാം. അപ്പോൾ ഈ യോന പ്രവാചകൻ ഗത്ത്ഹേഫർകാരനായ സെബുലൂൻ ഗോത്രത്തിൽപ്പെട്ട, വേദപുസ്തകത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടില്ലെങ്കിൽ യഹൂദ ചരിത്രമനുസരിച്ച് ശൂന്യംകാരിയുടെ ഭർത്താവ് അമിത്തായി അവരുടെ മകനാകുന്ന യോന പ്രവാചകൻ. എലീശായുടെ ബൈബിൾ സ്കൂളിലും പുള്ളി ഉണ്ടായിരുന്നെന്ന്. എന്തായാലും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസൻ. ഇദ്ദേഹത്തോടെ ദൈവം പറഞ്ഞ കാര്യം പ്രാരംഭത്തിൽ അനുസരിച്ചില്ല. 4 അധ്യായമുണ്ട്, 4 അധ്യായം. 1-ാം അധ്യായത്തിൽ ദൈവം പറഞ്ഞ സ്ഥലത്തോട്ട് പോയില്ല, പുള്ളിക്കിഷ്ടമുള്ള സ്ഥലത്ത് പോയി. 2-ാം അധ്യായത്തിൽ മീൻ്റെ വയറ്റിൽ കിടന്ന് പ്രാർത്ഥനയും കണ്ണുനീരും. 3-ാം അധ്യായത്തിൽ പുള്ളി ഭയങ്കര പ്രസംഗം നടത്തി. 4-ാം പ്രസംഗം നടത്തി കഴിഞ്ഞപ്പോൾ കേട്ടവർ മാനസാന്തരപ്പെട്ടു. ഏതാണ്ട് 1,20,000 ചില്ലുവാനം 1,20,000 ചില്ലുവാനം ആൾക്കാർ മാനസാന്തരപ്പെട്ടു. സ്തോത്രം. 4-ാം അധ്യായത്തിൽ ഇയാൾക്ക് അരിജവും വൈരാഗ്യവും ഒക്കെ ഉണ്ടായി. പുള്ളി കടന്ന് ഈ പ്രസംഗമെല്ലാം കഴിഞ്ഞിട്ട് പുള്ളി കടന്ന് ബഹളം ഉണ്ടാക്കുക. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഭയങ്കര പ്രസംഗമെല്ലാം നടത്തിച്ച് അവിടെ കടന്ന് അരിജവും ബഹളവും. അവിടെ 1-ാം അധ്യായത്തിൽ ദൈവം പറഞ്ഞ സ്ഥലത്തോട്ട് പോയില്ല. വായിച്ചേ 1:1 മുതൽ. അമിത്തായുടെ മകനായി യോനാക്ക് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്ക. അവരുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീശിലേക്ക് ഓടിപ്പോകേണ്ടതിന് പുറപ്പെട്ട് നിനവയിലേക്ക് പോകാനായിട്ട് ദൈവം യോന പ്രവാചകനോട് പറഞ്ഞു. പുള്ളി എങ്ങോട്ടാ പോയേ? നേരെ തർശീശിലോട്ട് പോയി. അതിനെ നിനവയിലോട്ട് പോകാതെ തർശീശിലോട്ട് പുള്ളി പോയത്. നിനവയിലേക്ക് പോകാനാ ദൈവം പറഞ്ഞേ. പുള്ളി പോയില്ല. പുള്ളി പോയത് നേരെ തർശീശിലോട്ട്. പരുവത്തിനൊരു കപ്പലും കണ്ടു. അതെന്നെ അങ്ങനെ തർശീശിലോട്ട് പോയെന്ന് യോടി. നിനവയിലേക്കോന്നി തർശീശിലേക്കോന്നി നീ പോയി നിൽക്കുന്നതെവിടെ? നിനവയിലേക്കോന്നി തർശീശിലേക്കോന്നി നീ പോയി നിൽക്കുന്നതെവിടെ? ഉറങ്ങാതെ ഇനിയും നീ ഉണരുക മനമേ, മണവാളൻ വരവിനു സമയമായി. ഉറങ്ങാതെ ഇനിയും നീ ഉണരുക മനമേ, മണവാളൻ വരവിനു സമയമായി. സിയോൻ സഞ്ചാരി നീ ഉറങ്ങുകയോ? നല്ലിലയിൻ മടിയിൽ നീ മയങ്ങുകയോ? സിയോൻ സഞ്ചാരി നീ ഉറങ്ങുകയോ? അപ്പൊ ശ്രദ്ധിക്കുക, ദൈവം പറഞ്ഞത് നിനവയിലേക്ക് പോകാനാ. പുള്ളി തർശീശിലോട്ട് പോയി. അതിന്റെ കാരണം ദൈവം പറഞ്ഞത് നിനവയിൽ ചെന്ന് നിനവയ്ക്ക് വിരോധമായി പ്രസംഗിക്കുക. അതാ അനുകൂല പ്രസംഗമാണല്ലോ എല്ലാവർക്കും ഇഷ്ടം, ഇല്ലേ? എല്ലാവർക്കും ഇഷ്ടമാണ്. മനുഷ്യനെ വളരെ എന്ത് ചെയ്താലും കുഴപ്പമില്ല, സോപ്പിട്ട് സുഖിപ്പിച്ച് ഉപദേശങ്ങളൊന്നും പറയാതെ അനുകൂല പ്രസംഗമാ ഇഷ്ടം. അങ്ങനെയുള്ളവരാ കൂടുതലും വിളിക്കുന്നത്. വിരോധമായിട്ട് പറയുന്നവരെ
ആൾക്കാർക്ക് താല്പര്യവും ഇല്ല, അവർക്കധികം പ്രോഗ്രാമും ഇല്ല, കിട്ടുകയില്ല. അപ്പം നിനവേക്ക് വിരോധമായിട്ട് എന്ന് പറയണം. ഈ നിനവേ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് അശ്ശൂരിൻ്റെ ക്യാപിറ്റലാണ്, തലസ്ഥാനമാണ് നിനവേ. അവിടെ ഒരു പദമുണ്ട്, മഹാനഗരമെന്നാണ് എഴുതിയേക്കുന്നത്. എങ്ങനെ? മഹാനഗരമായ നിനവയിലേക്ക്, മഹാനഗരമായ. വേറൊരു ഭാഗത്ത് അതിമഹത്തായ നഗരമെന്ന 3:2 നീ പുറപ്പെട്ട് നഗരമായ നിനവയിലേക്ക് ചെന്ന് ഞാൻ നിന്നോട് അരുളി ചെയ്യുന്ന പ്രസംഗം അതിനോട് പ്രസംഗിക്കാം. അങ്ങനെ യോന പുറപ്പെട്ട് യഹോവയുടെ കൽപ്പന പ്രകാരം നിനവയിലേക്ക് ചെന്നു. എന്നാൽ നിനവേ 3 ദിവസത്തെ വഴിയുള്ള അതിമഹത്തായ ഒരു നഗരമായിരുന്നു. അതിമഹത്തായ നഗരമാണ്. അപ്പം മഹാനഗരമാണ്, അതിമഹത്തായ നഗരമാണ്. ആ നഗരത്തിന് വിരോധമായിട്ടാണ് പ്രസംഗിക്കേണ്ടത്. നാടൻ ഭാഷ പറഞ്ഞ ഇന്നത്തെ രീതിയൊക്കെ വെച്ചാൽ വേൾഡിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒന്നാണല്ലോ ന്യൂയോർക്ക് പട്ടണം. ന്യൂയോർക്ക് പട്ടണം. ഒരു ഉപദേശിയോട് പറയാം, നീ പെട്ടെന്ന് ന്യൂയോർക്കിൽ ചെന്ന്, ന്യൂയോർക്കിൽ പോകാൻ പറഞ്ഞാൽ ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്, ആ ഉറങ്ങുന്ന അമ്മയ്ക്കും ഇഷ്ടമായിരിക്കും. അപ്പം ന്യൂയോർക്കിൽ പോകാൻ പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ അവിടെ ചെന്ന് വിരോധമായിട്ട് പ്രസംഗിക്കണം, അത് ബുദ്ധിമുട്ടാണ്. ദൈവം യോനായോട് പറഞ്ഞത്, നീ മഹാനഗരമായ അതിമഹത്തായ നഗരമായ നിനവേയിൽ ചെന്ന് അതിന് വിരോധമായിട്ട് നീ പ്രസംഗിക്കുക. അതാ പുള്ളി പോകാഞ്ഞ്, പുള്ളി പേടിച്ചു പോയി. കാരണം ഒന്ന്, അശ്ശൂരിൻ്റെ തലസ്ഥാനമാണ് ഈ നിനവേ. അശ്ശൂരുകാരും ഇസ്രായേൽക്കാരുമായിട്ട് ഉടക്കാം, ഭയങ്കര എതിരാ. അപ്പം നമുക്ക് എതിരായിട്ടുള്ള സ്ഥലങ്ങളിൽ പോയി പിന്നെയും അതിന് വിരോധമായിട്ട് അവിടുന്ന് ഒരു നടക്ക് പോരുകയൊന്നുമില്ല. അനുകൂലം ഉള്ളിടത്ത് വിരോധമായിട്ട് പറഞ്ഞിട്ട് പോക്ക് നടക്കുന്നില്ല. അപ്പം പിന്നെ എതിരായിട്ടുള്ളിടത്ത് ചെന്ന് പിന്നെയും ചെന്ന്, തന്നെയല്ല ഇവർ ജാതികളാണ്. യോന അതുകൊണ്ട് പോകാൻ വിസമ്മതിച്ചു. ഈ നിനവയെ പറ്റി ആ കാലത്ത് പഠിക്കുമ്പോൾ മഹാനഗരമാണ്, അതിമഹത്തായ നഗരമാണ്, വലിയ കാശുകാർ പാർക്കുന്ന സ്ഥലമാണ്, ഇഷ്ടംപോലെ സ്വത്തും ദൂർത്തടിയൊക്കെ ഉള്ള നല്ല ഭയങ്കര പട്ടണമാണ്. നിനവയുടെ ഒരു വാക്യം വായിച്ചേ, നഹൂം പ്രവചനം 2:7 അവൾ അനാവൃതയായി നിനവേ പുരാതനമേ ഒരു ജലാശയം പോലെയായിരുന്നു, എന്നാൽ അവർ ഓടിപ്പോകുന്നു. നിൽപ്പിൻ നിൽപ്പിൻ, ആരും തിരിഞ്ഞു നോക്കുന്നില്ല താനും. വെള്ളി കൊള്ളയിടുവിൻ. അപ്പോൾ നിനവയിൽ ഇഷ്ടം പോലെ വെള്ളിയുണ്ട്, പൊന്നു കൊള്ളയിടുവിൻ. ഇഷ്ടം പോലെ പൊന്നുകൊണ്ട് കാശുള്ളവരാന്നായി പറഞ്ഞത്, അല്ല ഗതികേട് പിടിച്ചവനൊന്നും അല്ല. വീട്ടു സാമാനത്തിന് കണക്കില്ല. ഇഷ്ടം പോലെ വീട്ടു സാമാനമൊക്കെ ഉണ്ട്, അല്ലാതെ ഒരു ഒടിഞ്ഞ കസേരയും കാലിളകിയ ഒരു സ്റ്റൂളും അല്ല. ഇഷ്ടം പോലെ വീട്ടു സാമാനം. പിന്നെ സകലവിധ മനോഹര വസ്തുക്കളായ സമ്പത്തുമുണ്ട്. ഇതൊക്കെയാ നിനവയുടെ വിശേഷത. കാരണം നഹൂം പ്രവചനം 1:1 വായിച്ചേ, നിനവയെ കുറിച്ചുള്ള പ്രവാചകമാണ്. നിനവയെക്കുറിച്ചുള്ള പ്രവാചകം. അപ്പോൾ നിനവയെ പറ്റി അങ്ങനെ പഠിക്കുമ്പോൾ വെള്ളിയുള്ള, പൊന്നുള്ള, സകല മനോഹര വസ്തുക്കളുള്ള, സമ്പത്തുള്ള, വീട്ടു സാമാനമുള്ള, ഉന്നതന്മാർ, ശ്രേഷ്ഠന്മാർ, ലോകപ്രകാരം വളരെ അങ്ങനെയുള്ള ആൾക്കാർ താമസിക്കുന്ന വമ്പം പട്ടണമാണ് നിനവേ. ദൈവം യോനായോട് പറയാം, ആ പട്ടണത്തിൽ ചെന്നാൽ നീ ഇതിന് വിരോധമായിട്ട് സംസാരിക്കണം. തന്നെയല്ല, അശ്ശൂറിൻ്റെ തലസ്ഥാനമാണ്. അശ്ശൂർ ഇവരുമായിട്ട് ഉടക്കുക. ഇതെല്ലാം കൂടെ കണക്കിലെടുത്ത് പുള്ളി ആകെ പേടിച്ച് പറിച്ചേച്ച് പുള്ളി തീരുമാനിച്ചു, നിനവേലോട്ട് പോകുന്നില്ല, നേരെ പുള്ളി തർശീശിലോട്ട് പോയി. ഇതാ ഇതിൻ്റെ പശ്ചാത്തലം. അപ്പം യോന പോകാൻ എൻ്റെ കാര്യം ഇതാ. ദൈവത്തിൻ്റെ മഹത്വമുണ്ട്. ഞാൻ ആ ഭാഗമൊന്നും പറയുന്നില്ല, വേറൊരു കാര്യം പറഞ്ഞ് പെട്ടെന്ന് അങ്ങ് നിർത്താം.
1-ാം അധ്യായത്തിൽ ദൈവം പറഞ്ഞ സ്ഥലത്തോട്ട് പോയില്ല. അതുകൊണ്ട് ആകെ പ്രശ്നമായി, കയറിയ കപ്പലുമെല്ലാം പ്രശ്നമായി, കാറ്റായി, കോളായി, കടലിളകി. കടലിൻ്റെ കോപം ശമിക്കാനായിട്ട് പല കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തു. അപ്പോൾ അവിടെയുള്ള സകല ആൾക്കാരും സകല ദൈവങ്ങളോടും പ്രാർത്ഥിച്ചെന്ന ഇത് കാറ്റൊന്ന് കടൽ ശാന്തമാകാൻ. എന്തും വേണ്ടും ദൈവമുണ്ടോ അതിനോടെല്ലാം ഇതുങ്ങൾ കിടന്ന് നിലവിളിക്കുക. എന്നിട്ടൊന്നും രക്ഷ വന്നില്ല. പിന്നെ അവർ ചീട്ട് യോനായ്ക്ക് വീണു. പുള്ളിയെ തട്ടി എഴുന്നേൽപ്പിച്ചപ്പോൾ പുള്ളി ഉടനെ പറഞ്ഞ് ഞാൻ ജീവനുള്ള ദൈവത്തെ ഭജിക്കുന്നവനാണ്, പക്ഷേ കിടപ്പ് താഴെയാണ്. ചുരുക്കി പറഞ്ഞാൽ എന്തിനേറെ നിങ്ങൾ നാടോട്ട് പഠിക്കുമ്പോൾ ഇയാളെ എടുത്ത് കടലിലിട്ടു. സൂക്ഷിച്ച ഒരു മഹാമത്സ്യത്തെ ദൈവം കൽപ്പിച്ചാക്കി. ഇനിയും വേറൊരു കാര്യം, ഈ യോനായുടെ പ്രവചനത്തിൻ്റെ ഒരു വിശേഷത, നമ്മൾ ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും ഒക്കെ ഉള്ള വിശേഷത, ഈ വിഷയം നമ്മുടെ കർത്താവ് എടുത്ത് പറഞ്ഞു. അതാ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠത. മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 41 മുതലല്ലേ വായിച്ചേ. നിനവേക്കാർ ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ചെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. അവർ യോനായുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടുവല്ലോ. 38 മുതൽ വായിച്ചോ. 4 പ്രാവശ്യം യേശു യോനായെ പറ്റി അവിടെ പറയുന്നുണ്ട്. 38 മുതൽ. അപ്പോൾ ശാസ്ത്രിമാരിലും പരീശന്മാരിലും ചിലർ അവനോട്, ഗുരു, നീ ഒരു അടയാളം ചെയ്തു കാണുവാൻ ഞങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, ദോഷവും വ്യഭിചാരമുള്ള തലമുറ അടയാളം തിരയുന്നു. യോനാ പ്രവാചകന്റെ അടയാളം. അപ്പോൾ ആദ്യമായിട്ട് യോനയെ പറ്റി പറയുക. പിന്നെ അതിനടയാളം ലഭിക്കയില്ല. യോന വീണ്ടും പറയുക യോന എന്ന്. യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രൻ 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിൽ ഇരിക്കും. നിനവേക്കാർ ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ചെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. അവർ യോനയുടെ മൂന്നാമത് വീണ്ടും യോനായെ പറ്റി പറയുക. യോനയുടെ പ്രസംഗം കേട്ടു മാനസാന്തരപ്പെട്ടുവല്ലോ. ഇതാ ഇവിടെ യോനായിലും പറയാ, ഇതാ ഇവിടെ യോനയിലും വലിയ. 4 പ്രാവശ്യം യേശു യോനയുടെ കാര്യം പറഞ്ഞു. കർത്താവ് ഈ പറഞ്ഞതിൻ്റെ ആശയം ഇതാ, നിനവേക്കാര് യോനായുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടു. പക്ഷേ ആ നിനവേ അശ്ശൂരിൻ്റെ തലസ്ഥാനമാണ്. അശ്ശൂരാണ്, ജാതികളാ, ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തവരാ. പക്ഷേ അവർ മാനസാന്തരപ്പെട്ടു. 1,20,000 ചില്ലുവാനും. ഇസ്രായേലിലെ ധാരാളം പ്രവാചകന്മാരിരുന്നിട്ട് ഒരെണ്ണം ഗുണമായില്ല. പ്രവാചകനില്ലായിട്ടാണോ? ഇഷ്ടം പോലെ മുട്ടിന് പ്രവാചകൻ, തെള്ളിയിടുന്ന പ്രവാചകൻ, പേര് പറയുന്ന പ്രവാചകൻ, വണ്ടി നമ്പർ പറയുന്ന പ്രവാചകൻ, ഊട്ടിക്കൊണ്ട് നടക്കുന്ന പ്രവാചകൻ, ഛർദ്ദിപ്പിക്കുന്ന പ്രവാചകൻ, തകടെടുക്കുന്ന പ്രവാചകൻ, ബന്ധനം അടിക്കുന്ന പ്രവാചകൻ, കെട്ടുന്ന പ്രവാചകൻ, ചിരിക്കുന്നത്, ഏതെല്ലാം ടൈപ്പുണ്ട് നമുക്ക് ഇല്ലേ? മിണ്ടുന്നില്ല. എണ്ണ പ്രാർത്ഥിച്ചു കൊടുക്കുന്ന പ്രവാചകൻ, ഉപ്പ് പ്രാർത്ഥിച്ചു കൊടുക്കുന്ന പ്രവാചകൻ, ഏത് ടൈപ്പും ഇല്ലേ? ഇഷ്ടം പോലുണ്ട്. പെണ്ണുങ്ങളെല്ലാം ഓരോ കുപ്പി എണ്ണയായിട്ട് ചെല്ലുക. പുള്ളി അവിടെ നിന്നിങ്ങനെ അത് ഞാൻ തമാശ, ഓരോ കുപ്പി എണ്ണയായിട്ട് ചെല്ലുക. ആണ് പുള്ളി ഇങ്ങനെ കൊപ്ര ആട്ടുന്നത് പോലെ അവിടെ ഇരുന്ന്. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ കണ്ടതാ. പുള്ളി ഇങ്ങനെ വെച്ച് ഓരോ കുപ്പി കണക്കിന് പ്രാർത്ഥിച്ച് വേറെ ആൾ ഉപ്പ് പ്രാർത്ഥിച്ചു കൊടുക്കുക. പെണ്ണുങ്ങളെല്ലാം ഉപ്പ് 2 കിലോ ഉപ്പ് 1 കിലോ ഉപ്പ് ആട്ടുക. എന്നിട്ട് പെരക്കി വെച്ച് ഉപ്പിടുക, കിണറ്റിലെല്ലാം കൊണ്ട് ഉപ്പിടുക. ഈ വട്ട ഇതിനല്ല. ചെറുക്കൻ മാനസാന്തരപ്പെടില്ല. അതിനെ ഈ ഉപ്പ അവൻ്റെ ചോറിനകത്ത്. എടാ, പുസ്തകത്തിലെ വാക്യം വചനം കേട്ടല്ലേ മാനസാന്തരം ഉപ്പിട്ടാന്നോ? അങ്ങനെയുള്ള ഒത്തിരി മെനക്കേട് കേസുകളുണ്ട് ഈ ഏരിയയിലും ഉണ്ട്. സ്തോത്രം. വട്ട് കേസാ. അപ്പം ഏത് ടൈപ്പ് പ്രവാചകന്മാർ വേണേലും ഉണ്ട് ഇസ്രയേലിൽ. അപ്പം ഇവിടെ ധാരാളം പ്രവാചകന്മാർ ഇസ്രയേലിലുണ്ട്, പക്ഷേ ഗുണമായില്ല. പക്ഷേ നിനവേക്കാർ യോനായുടെ പ്രസംഗം കേട്ടപ്പോൾ മാനസാന്തരപ്പെട്ടു. ഇവിടെ ഇതാ യോനയിലും വലിയവൻ. അപ്പം യേശു യോനായും കൂടെ ചേർത്തായി കാര്യം തെളിയിച്ചത്. അതുകൊണ്ട് ഈ യോനയുടെ പുസ്തകത്തിന് വളരെ പ്രാധാന്യമുണ്ട്. യേശു എടുത്തു പറഞ്ഞ പുസ്തകവും വ്യക്തിയാ യോന. അത് നമുക്ക് ആ ഭാഗം വിട്ടേക്കാം. ഞാൻ എടുത്ത ഒരു കാര്യം പറഞ്ഞങ്ങ് നിർത്താം. ബാക്കി ദൈവം അനുവദിച്ചാൽ നമുക്ക് വൈകിട്ട് ചിന്തിക്കാം. 2:9 വായിച്ചു.
ഞാനോ സ്തോത്രനാദത്തോടെ നിനക്ക് യാഗമർപ്പിക്കും, നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും. രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. രക്ഷ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, യോന പറയുക, രക്ഷ യഹോവയുടെ പക്കൽ നിന്ന്. ദൈവത്തിൻ്റെ മകത്ത് നാം പുസ്തകം പഠിക്കുമ്പോൾ ആമേൻ സ്തോത്രം. ഒന്ന്, എന്തുവാ ഈ രക്ഷ? ഒറ്റവാക്കി പറഞ്ഞാൽ നരകത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നതാ രക്ഷ. ചാകാത്ത പുഴുവും കെടാത്ത തീയും നരകത്തിലുണ്ട്. അതിനകത്ത് ചെന്ന് പെടാതെ വിടുതൽ കിട്ടുന്നതാ രക്ഷ എന്ന് പറഞ്ഞാൽ ഒരു ദൈവവൈതലായി തീരുന്നതാണ്. അപ്പോൾ ഒന്ന്, രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്. വെളിപ്പാട് 7:10 അറിവുള്ള വാക്യമാണ്, വായിച്ചങ്ങ് നിർത്താം. വെളിപ്പാട് 7:10. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനം എന്നവർ. അപ്പൊ ശ്രദ്ധിക്കുക എന്നെ കേൾക്കുന്ന പ്രിയരേ, രക്ഷ മഹാദൈവത്തിന്റെ ദാനമാ. ഇത് കാശ് കൊടുത്താൽ കിട്ടുകയില്ല, എണ്ണ കൊടുത്താൽ കിട്ടുകയില്ല, ഭൗതിക സാധനം കൊടുത്താൽ കിട്ടുകയില്ല, വസ്തുവഴുതി കൊടുത്താൽ കിട്ടുകയില്ല, സ്വോത്രകാഴ്ച കിട്ടാലൊന്നും രക്ഷ കിട്ടുകയില്ല, ഉപദേശിമാർക്ക് ഭക്ഷണം കൊടുത്തത് കൊണ്ടൊന്നും രക്ഷ കിട്ടുകയില്ല, പള്ളി പണിത് കൊടുത്താൽ രക്ഷ കിട്ടുകയില്ല, കുരിശും തൊട്ടിക്ക് തലം കൊടുത്താൽ രക്ഷ കിട്ടുകയില്ല, കുടുംബത്തിൽ പിറന്നതാണ് പറഞ്ഞാൽ രക്ഷ കിട്ടത്തില്ല. ഞാൻ ക്രൈസ്തവ കുടുംബത്തിൽ പറഞ്ഞതാ, തോമാസ് ലീഗയുടെ കാലത്ത് ഞാൻ വന്നതാ, ഇതൊന്നും പറഞ്ഞാൽ രക്ഷ കിട്ടത്തില്ല. രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്. ഇത് ഒരു കുടുംബ സ്വത്തുമല്ല, ഒരു കുടുംബത്തിൽ ലഭിച്ചവർക്കും കിട്ടുന്നതല്ല, ഇതൊരു വിഭാഗക്കാരുടേതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. രക്ഷാദാനമോ അതെത്ര മധുരം, എന്നെ വീണ്ടതോ അതെത്ര, കർത്തൻ സ്വന്തമായി എന്നെ തീർത്ത, കർത്തൻ സ്വന്തമായിട്ടെന്നെ തീർത്ത കീർത്തിക്കും ഞാൻ. ശ്രദ്ധിക്കുക, ഒന്ന്, രക്ഷ ദൈവത്തിന്റെ ദാനമാണ്. ഓടിച്ച് പറയാം. രണ്ട്, രക്ഷയെ പറ്റി പഠിക്കുമ്പോൾ മറ്റൊരുത്തനിൽ രക്ഷയില്ല. അപ്പോസ്തല പ്രവൃത്തി 4:12 വായിച്ചാൽ നമുക്ക് അറിവുള്ള വാക്യമായെങ്കിലും വായിച്ചോ. മറ്റൊരുത്തനിലും രക്ഷയില്ല. വായിച്ചോ. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അപ്പൊ ശ്രദ്ധിക്കുക, ഒന്ന്, രക്ഷ ദൈവത്തിന്റെ ദാനം. ഇതാരുടെയും കുടുംബക്കാരുടേതല്ല, സഭക്കാരുടേതല്ല, ഒരു സംഘടനയുടെ അല്ല, ഇത് ദൈവത്തിന്റെ ദാനമാണ്. രണ്ട്, മറ്റൊരുത്തനിലും രക്ഷയില്ല. മറ്റൊരുത്തനെന്ന് പറഞ്ഞാൽ ഒത്തിരി എണ്ണം ഉണ്ട്. സ്തോത്രം. അണ്ണൻ കയ്യും കാലും ഒക്കെ കാണിച്ച് ഒത്തിരി പേരുണ്ട്. മറ്റൊരുത്തന് രക്ഷയില്ല. കർത്താവാകുന്ന യേശു ക്രിസ്തുവിൽ കൂടി മാത്രമായ രക്ഷ. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. വേറെ ഒരു നാമവുമില്ല. ഒരൊറ്റ നാമം, യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ പാപമോചനമുണ്ട്. യേശുവിന്റെ നാമത്തിൽ രോഗശാന്തിയുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങൾ വിട്ടുപോകും. യേശുവിന്റെ നാമത്തിൽ അത്ഭുതം നടക്കും. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെ മുഴങ്കാലുകൾ മടങ്ങുന്ന വിറയ്ക്കുന്ന പരിശുദ്ധ നാമമാണ് യേശുവിന്റെ നാമം. സ്തോത്രം. അപ്പൊ ഒന്ന്, രക്ഷ ദൈവത്തിന്റെ ദാനം. രണ്ട്, മറ്റൊരുത്തനിലും രക്ഷയില്ല. മൂന്ന്, ദൈവത്തെങ്കിലേക്ക് നോക്കി രക്ഷപ്പെട്ടോണം. യെശയ്യാ 45:22 വായിച്ചേ. യെശയ്യാ 45:22. സകല ഭൂസീമവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവിൻ. അപ്പോൾ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞു വേണം രക്ഷപ്പെടാൻ. ദൈവത്തിന് മഹത്വം. രക്ഷ ദൈവത്തിൽ നിന്നാകും. ദൈവത്തെങ്കിലേക്ക് തിരിക്കണം. ഒരു കാര്യം ഇവിടെ പറഞ്ഞങ്ങ് നിർത്താം. അപ്പോസ്തലപ്രവൃത്തി 16:31 വായിക്കുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും
രക്ഷ പ്രാപിക്കും. 16:31 വായിച്ചേ. കർത്താവായ യേശുവിൽ വിശ്വസിക്കാം, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പോൾ കർത്താവാകുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇന്ന് പകൽവേളയിൽ രക്ഷപ്പെടാൻ ഒറ്റ മാർഗം, ഒറ്റ വഴി, ഒറ്റ വാതിൽ, നസറായനാകുന്ന യേശു ക്രിസ്തു. കർത്താവാകുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടും. ഈ കാര്യമൊക്കെ യോന എന്ന് പറഞ്ഞത്. യോന പ്രസംഗിച്ചെന്നല്ലേ എഴുതിയേക്കുന്നത്? വായിച്ചേ 3:1. യഹോവയുടെ അരുളപ്പാട് 2-ാം പ്രാവശ്യം യോനായ്ക്കുണ്ടായതെന്തെന്നാൽ, നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് ഞാൻ നിന്നോട് അരുളി ചെയ്യുന്ന പ്രസംഗം അതിനോട് പ്രസംഗിക്കാം. ഇതാ പോയി പ്രസംഗിച്ചത്. സ്തോത്രം. യോന പ്രസംഗിച്ചത് രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവത്തെങ്കിലേക്ക് നോക്കി രക്ഷപ്പെടണം. സ്തോത്രം. രക്ഷപ്പെടാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. സ്തോത്രം. ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ. ഈ കാര്യമൊക്കെ യോന പ്രസംഗിച്ച്. സ്തോത്രം. അതുകൊണ്ടാണല്ലോ 2:9 പറഞ്ഞത്, ആമേൻ സ്തോത്രം, ഞാൻ രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നെന്ന്. സ്തോത്രം. അങ്ങനല്ലേ 2:9? രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരും. യഹോവയുടെ പക്കൽ. ഈ രക്ഷയെ പറ്റിയാ യോന പറഞ്ഞത്. ന്യായവിധി വരാൻ പോവാ, സകലതിനെ അടിച്ച് തൂത്തുകളി, അതുകൊണ്ട് രക്ഷപ്പെട്ടോണം, രക്ഷ ദൈവത്തിങ്കൽ നിന്നുള്ളതാ. ഈ കാര്യം യോന എന്ന് പ്രസംഗിച്ചു. പ്രസംഗിക്കണം. അപ്പൊ പ്രസംഗിച്ചപ്പോ എന്തോ സംഭവിച്ചു. 3:1 ഒന്നുകൂടെ വായിച്ചേ. യഹോവയുടെ അരുളപ്പാട് 2-ാം പ്രാവശ്യം യോനായ്ക്ക് ഉണ്ടായത് എന്തെന്നാൽ, നീ പുറപ്പെട്ടു മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് ഞാൻ നിന്നോട് അരുളി ചെയ്യുന്ന പ്രസംഗം അതിനോട് പ്രസംഗിക്കാം. ഈ കാര്യം നീ പോയി പ്രസംഗിക്കണം. അങ്ങനെ പ്രസംഗിക്കുമ്പോൾ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ 3:5 അവര് വിശ്വസിച്ചു. എന്നാൽ നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിൽ വിശ്വസിച്ചു. ഒരു ഉപവാസം. ഈ കാര്യം അവരോട് പറയണം. യോന ചെന്ന് പ്രസംഗിച്ചപ്പോൾ അതിന്റെ ഓർഡർ കണ്ടോ? അവര് വിശ്വസിച്ചു. പ്രസംഗിക്കാതെ അങ്ങനെ കേൾക്കാതെ അങ്ങനെ വിശ്വസിക്കുന്നത്. അവര് വിശ്വസിച്ചു. വിശ്വസിച്ച് കഴിഞ്ഞപ്പോൾ എന്തോ സംഭവിച്ചു? 3:8 മനം തിരിഞ്ഞെന്ന മനുഷ്യനും മൃഗവും രട്ടുപുതച്ച് ഉച്ചത്തിൽ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കണം. ഓരോരുത്തൻ താന്താന്റെ ദുർമാർഗവും താന്താന്റെ കൈക്കിലുള്ള സാഹസവും വിട്ട് മനം തിരികെ വേണം. മനം തിരിയണം. കണ്ടോ? അപ്പോൾ യോന ചെന്ന് ഈ കാര്യം പ്രസംഗിച്ചു. രക്ഷ ദൈവത്തിലുള്ളതാ, ദൈവത്തെങ്കിലേക്ക് നോക്കി രക്ഷപ്പെടണം, മറ്റൊരുത്തൻ രക്ഷയില്ല, യേശുക്രിസ്തു മാത്രമാണ് രക്ഷകൻ, ദൈവം മാത്രമാണ് രക്ഷിക്കുന്ന ആള്. ഈ കാര്യം പുള്ളി പറഞ്ഞപ്പോൾ അവർ വിശ്വസിച്ചു. പറയാതെ വിശ്വസിക്കാനൊക്കെ അല്ലേ. വിശ്വസിച്ചപ്പോൾ മനം തിരിഞ്ഞു. മനം തിരിഞ്ഞെന്ന് പറയാൻ കാര്യം ഭയങ്കര ദുർമാർഗ ജീവിതമായിരുന്നു. 1 അങ്ങനല്ലേ വായിക്കുന്നത്? 1:1 അവരുടെ ദുഷ്ടത എന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. ഇവരുടെ ദുഷ്ടത എന്റെ സന്നിധി ഭയങ്കര വല്ലാത്ത ദുർമാർഗ ജീവിതമാ, ദുഷ്ട ജീവിതമാ. അതിൽ നിന്ന് ഇവർ മനം തിരിഞ്ഞു. പ്രസംഗം കേട്ടപ്പോൾ മനം തിരിഞ്ഞു. പ്രസംഗിക്കുന്ന അതിനാ, മനം തിരിയാനല്ല, എല്ലാവരുമായിട്ട് ചാടിക്കാനല്ല. വരുന്നവരെല്ലാം കൂടെ ചാടി മാനസാന്തരം ഒന്നുമില്ല, മനംതിരിവൊന്നുമില്ല. ചുമ്മാ ബഹളം ഒട്ട കസാരി ഓടിച്ച് കുടിക്കാൻ വെച്ച വെള്ളവും തട്ട് തൂരെ കളഞ്ഞ് ചാട്ടം നന്നായിട്ട്. ചാട്ടമല്ല വിഷയം, മനം തിരിയണം, മാനസാന്തരം ഉണ്ടാകണം. ഓരോ പ്രസംഗം കഴിയുമ്പം പ്രസംഗിക്കുന്നവരും കേൾക്കുന്നവർക്കും മാനസാന്തരം ഉണ്ടാകണം. സ്തോത്രം. മനം തിരിയണം. അപ്പോൾ കേട്ട് കഴിഞ്ഞപ്പോൾ 3:8 മനം തിരിഞ്ഞു. ഈ മാനസാന്തരപ്പെട്ടെന്ന് എങ്ങനെ അറിഞ്ഞത്? 3:10 അവർ ദുർമാർഗം വിട്ട് തിരിഞ്ഞു എന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ. ഇത് കാണണം. മാനസാന്തരപ്പെട്ടെന്ന് അറിയുന്നത് ഉറക്കെ ഗ്ലോറി പറഞ്ഞുകൊണ്ടൊന്നും ആയില്ല, കൈ വീശി അടിച്ചത് കൊണ്ടും ആയില്ല, ഉച്ചത്തിൽ പാട്ട് പാടിയത് കൊണ്ടും ആയില്ല. സ്തോത്രം. നിർത്താതെ ഗ്ലോറി ഗ്ലോറി ഹല്ലേലൂയ പറഞ്ഞുകൊണ്ടും ആയില്ല. ബഹളമൊന്നും ഉണ്ടാക്കിയതുകൊണ്ടായില്ല. പ്രവർത്തികളിൽ മനസ്സിലായി മാനസാന്തരം വന്നെന്ന്. ഓരോ യോഗം കഴിയുമ്പോഴും പ്രസംഗം കേൾക്കുമ്പോഴും പ്രസംഗിക്കുന്നവരും കേൾക്കുന്നവരും പ്രവൃത്തി പദത്തിൽ കാണിച്ചു കൊടുക്കണം മാനസാന്തരമാണ്. സംസാരം, ഇടപാട്, സമീപനം, പ്രവൃത്തി, കൊടുക്കവാങ്ങല്, ഇടപാടുകൾ, അതിലെല്ലാം തെളിയിക്കണം മാനസാന്തരപ്പെട്ടെന്ന്. ഇതാ യോന ചെന്ന് കാര്യങ്ങൾ പറഞ്ഞത്. ഞാൻ എൻ്റെ വാക്കുകൾ ഇന്നിപ്പം പകൽ നിർത്തുക. ദൈവം അനുവദിച്ചാൽ വൈകിട്ട് 7 മണിക്ക് പ്രസംഗിക്കും, ദൈവം അനുവദിച്ചാൽ.